ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെപ്പോഴും എപ്പോഴല്ല മിക്കപ്പോഴും നമ്മൾ ആവിയിൽ അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും കൂട്ടിയിട്ടാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. പക്ഷേ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു ഉപ്മാവ് ഉണ്ടാക്കി നോക്ക്. സൂപ്പറാണ്, ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അവിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അവിൽ ഏത് തരത്തിലുള്ളതെന്ന് നോക്കണം. നൈസായിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് കുതിർക്കേണ്ട, ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്താൽ മതി. എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് വെക്കുക. നമ്മളെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളാണോ ഉള്ളത് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചോളൂ. ഉള്ളിയും തക്കാളി മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം മതി. എന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിത് ഒരു രാജസ്ഥാനീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പാത്രമാണ്, ചീൻചട്ടിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, മട്ടർ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് ഒരുപാട് ഇട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. എന്നതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെന്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുതിർത്ത് വെച്ച അവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച് അവിലിട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തില്ല. സംഭവം റെഡി, സൂപ്പറാണ്, ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.